കവിതയിലേക്ക് പോകാം. എ ബൗണ്ട്ലെസ് മൊമെന്റ്. എന്താണ് ഇതിന്റെ അർത്ഥം? അതിരുകളില്ലാത്ത നിമിഷം. ഈ കവിതയിൽ രണ്ട് വ്യക്തികളാണുള്ളത്. അവർ രണ്ടുപേരും കൂടി കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ദൂരെ ഒരു നിഗൂഢമായ കാഴ്ച കാണുന്നു. അതിൽ ഒന്നാമത്തെ ആളെ അവൻ എന്നും രണ്ടാമത്തെ ആളെ ഞാൻ എന്നുമാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സഞ്ചാരിയുടെ ശബ്ദത്തിലാണ് കവിത എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് കവിത നോക്കാം. He halted in the wind, and what was that? Far in the maples, pale, but not a ghost. He stood there bringing March against his thought, and yet too ready to believe the most. കവിതയിലെ രണ്ട് സഞ്ചാരികളിൽ ഒരാളെ പറ്റിയിട്ടാണ് ആദ്യത്തെ ഖണ്ഡികയിൽ വായനക്കാർക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യത്തെ യാത്രക്കാരൻ ദൂരെ എന്തോ ശ്രദ്ധിക്കുന്നു. പക്ഷേ അവന് അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ യാത്രക്കാരനായ സ്പീക്കർ തന്റെ സഹയാത്രികന്റെ മാനസികാവസ്ഥയും അവൻ അകലെ കാണുന്ന കൗതുകമായ കാഴ്ചകളോടുള്ള പ്രതികരണവും അവതരിപ്പിക്കുന്നു. വീശുന്ന കാറ്റിനെ കുറിച്ച് ആദ്യ സ്റ്റാൻസിയിൽ പരാമർശിക്കുന്നുണ്ട്. രണ്ട് സഞ്ചാരികൾക്ക് മുന്നിൽ കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ കാടുകളുടെ പ്രകൃതിയുടെ മണ്ഡലത്തിലേക്ക് അവർ വായനക്കാരെ കൊണ്ടുപോകുന്നു. അവൻ എന്നാൽ ആദ്യത്തെ യാത്രികൻ. അവൻ മാപ്പിളുകൾക്കിടയിൽ ദൂരെ എന്തോ കാണുന്നു. എന്നാൽ പറഞ്ഞതുപോലെ അതെന്താണെന്ന് അവന് ഉറപ്പില്ല. ഹി ഹാൽറ്റഡ്. ഹാൽറ്റഡ് എന്ന് പറഞ്ഞാൽ നിർത്തുക. അവൻ അവിടെ നിന്നു, അതിനെ നോക്കുന്നു. അത് വിളറിയതായിട്ടാണ് അവന് കാണുന്നത്. പക്ഷേ അതൊരു പ്രേതത്തെ പോലെ ഭയാനകവുമൊന്നുമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു നിഗൂഢ കാഴ്ചയാണത്. അവരവിടെ നിൽക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് വരുന്നത് മാർച്ച് മാസമാണ്. ഇവിടെ മാർച്ച് മാസം സൂചിപ്പിക്കുന്നത് എന്താണ്? മാർച്ച് മാസത്തിലാണ് പ്രകൃതിയിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നത്. മാർച്ച് മാസം പ്രതീക്ഷയുടെ മാസമാണ്, കൂടാതെ ഒരു പുതിയ യുഗത്തിന്റെ സമയവുമാണ്. സെക്കൻഡ് സ്റ്റാൻസ. ഓ, ദാറ്റ്സ് ദ പാരഡൈസ് ഇൻ ബ്ലൂം, ഐ സെഡ്, ആൻഡ് ട്രൂലി ഇറ്റ് വാസ് ഫെയർ ഇൻ ഫോർ ഫ്ലവേഴ്സ്. Had we but in us to assume in March such white luxuriance of May for hours. കവിതയിലെ രണ്ടാമത്തെ സഞ്ചാരി ചിന്തിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. ആദ്യത്തെ യാത്രക്കാരൻ അയാൾ കണ്ട കാഴ്ചയെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റാതെ പാടുപെടുകയാണ്. രണ്ടാമത്തെയാൾ കണ്ട കാഴ്ചയെ പാരഡൈസ് ഇൻ ബ്ലൂം എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഇൻ ബ്ലൂം എന്നത് പൂക്കളെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെയാളുടെ അഭിപ്രായത്തിൽ അവൾ കണ്ട ദൃശ്യം ഒരു കൂട്ടം പൂക്കളുടേതാണ്. Had we but in us to assume in March such white luxuriance of May for hours. ഉചിതമായ പെർസെപ്ഷനിലൂടെ സാഹചര്യത്തെ തനിക്ക് അനുകൂലമായി മാറ്റാനുള്ള മനുഷ്യന്റെ കഴിവിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഈ സ്റ്റാൻസയിൽ മാർച്ച് മാസത്തെ പറ്റിയും മെയ് മാസത്തെ പറ്റിയും പറയുന്നുണ്ട്. ഈ രണ്ട് മാസങ്ങളും ജീവിതത്തിലെ രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. തേർഡ് സ്റ്റാൻസ. We stood a moment so in a strange world. Myself as one his own pretense deceives. And then I said the truth. And we moved on. A young beech clinging to its last year's leaves. ലാസ്റ്റ് സ്റ്റാൻസയിൽ താനും തന്റെ സഹയാത്രികനും വിചിത്രമായ ഒരു ലോകത്ത് നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അവർ രണ്ടുപേരും കണ്ടത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ആദ്യത്തെയാൾ കണ്ടത് നിഗൂഢമായതും രണ്ടാമത്തെയാൾ കണ്ടത് പൂക്കളുടെ ഒരു കൂട്ടവുമാണ്. അത് ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കില്ല, രണ്ടുപേരുടെയും ഭാവനയായിരിക്കും. പക്ഷെ സത്യം എന്താണ്? അതൊരു ബീച്ചാണ്. ബീച്ച് എന്നാൽ ഒരു വൃക്ഷമാണ്. ചാരനിറത്തിലുള്ള പുറന്തൊലിയും തിളങ്ങുന്ന ഇലകളുമുള്ള ഒരു വലിയ വൃക്ഷമാണ് ബീച്ച് എന്നത്. രണ്ടുപേരും അവരുടേതായ ഭാവനയിലാണ് അത് കണ്ടത്. ഒരാൾ ആദ്യത്തെയാൾ കണ്ടത് എങ്ങനെയാണ്? ഒരു നിഗൂഢമായിട്ടുള്ള എന്തോ ഒരു സാധനമായിട്ടാണ് കണ്ടത്. എന്നാൽ രണ്ടാമത്തെ ആൾ എന്താണ് കണ്ടത്? അത് പൂക്കളുടെ ഒരു കൂട്ടമായിട്ടാണ് കണ്ടത്. പക്ഷെ ഇത് രണ്ടുമായിരുന്നില്ല സത്യം. അതൊരു ബീച്ചായിരുന്നു, വലിയ വൃക്ഷമായിരുന്നു യാഥാർത്ഥ്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. പഴയ ഇലകൾ കേടുകൂടാതെ നിലനിർത്തിക്കൊണ്ട് പ്രകൃതിയുടെ ഗതിയെ ധിക്കരിക്കുന്ന ഒരു വൃക്ഷം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഇവിടെ കവി പറയുന്നു. അതാണ് ബീച്ച് ട്രീ.